രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ വോട്ടെടുപ്പിന്റെ ഭാഗിക കണക്കുകൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബൂത്ത് തല കണക്കുകളും പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും പുതിയ കണക്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. 78.27% പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. കുന്നമംഗലത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റോഷിപാൽ, രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. വ്യക്തമായ സമഗ്രമായ കണക്കുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും. അപ്പോൾ അതിന് പിന്നാലെ വന്നിരിക്കുന്ന ഈ കണക്കുകളും പക്ഷെ പൂർണ്ണമല്ല എന്നുള്ളതാണ്. നേരത്തെ കമ്മീഷന്റെ പോർട്ടലിൽ ഉണ്ടായിരുന്ന അതേ കണക്കുകൾ, പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്, അല്ലേ? വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടാത്തതിൽ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ 4 മണിക്ക് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ പെർസെൻറ്റേജ് മാത്രം, എത്ര ശതമാനം പോളിംഗ് ആകെ ഓരോ ജില്ലയിലെയും പോളിംഗ് വേർതിരിച്ച് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് പുനഃപ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് രാത്രിയോടെ തന്നെ ഈ ആകെയുള്ള അന്തിമ കണക്ക് പെർസെൻറ്റേജ് ആ തരത്തിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അതേ കണക്കിനപ്പുറത്തേക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടിൻ്റെ കണക്ക് അത് ആൺ പെൺ വേർതിരിച്ച് വേണം. ഒപ്പം പോസ്റ്റൽ വോട്ട്, ഒപ്പം ഹോം വോട്ട്, അങ്ങനെ തരംതിരിച്ച് വോട്ടിൻ്റെ കണക്ക് വേണമെന്ന ആവശ്യമാണ്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിൻ്റെ കണക്ക് കൂടി രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ഈ കണക്കുകൾ പുറത്തു വരുന്നതാണ് പതിവ്. ഈ തവണ എന്തുകൊണ്ട് കണക്ക് പുറത്തുവിടുന്ന വൈകിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഈ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏറെ വൈകാതെ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. കാരണം ഇത്തവണ SIR-ൽ വലിയ തോതിൽ വോട്ടുകൾ വെട്ടിക്കുറച്ച ഒരു പശ്ചാത്തലമുണ്ട്. പല മണ്ഡലങ്ങളിലും വൻതോതിൽ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു. പെർസെൻറ്റേജ് വല്ലാതെ കുറഞ്ഞു. പോൾ ചെയ്ത വോട്ടും പഴയ വോട്ടിൻ്റെ കണക്കുകളൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ തോതിൽ വോട്ട് ചോർന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്. അതിൻ്റെയൊക്കെ ഇടയിലാണ് ഇങ്ങനെ ഒരു പുതിയ വിവാദം, അത് വോട്ടിൻ്റെ കണക്ക് പുറത്തുവിടുന്നില്ല എന്ന ആരോപണം കമ്മീഷനെതിരെ ഉയരുന്നത്. ഏതായാലും 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഈ കാര്യത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും റോഷിപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിലെല്ലാം ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.